കായംകുളം കൊച്ചുണ്ണി പോലും നാണിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ശബരിമല തന്ത്രി കാണിച്ചു വെച്ച കാര്യങ്ങൾ. കള്ളനെന്നല്ല, പെരുങ്കള്ളനെന്നുമല്ല, അതിന് മുകളിൽ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് വേണം തന്ത്രിയെ വിളിക്കാനെന്നുള്ളതാണ്. മൊത്തത്തിൽ ശബരിമല മുഴുവൻ വിഴുങ്ങി, ഒന്നിച്ച് എല്ലാം അങ്ങ് വിഴുങ്ങി വെച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ ജയിലിൽ പോയി കിടക്കുകയാണ്. ജയിലിൽ ഇടിഞ്ഞാലും ഇയാൾ വെളിയിൽ വരരുതെന്നാണ് വിശ്വാസികൾ പറയുന്നത്. പക്ഷേ ഇയാൾ ഈ കൊള്ള എല്ലാം നടത്തിയത് കോൺഗ്രസിന്റെ കാലത്താണ്. പിടിക്കപ്പെട്ടത് CPM-ന്റെ കാലത്തെന്ന് മാത്രമേ ഉള്ളൂ. നടത്തിയത് മുഴുവൻ കോൺഗ്രസിന്റെ കാലത്താണ്. അപ്പൊ ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നൊരു പിന്തുണ ഇല്ലാതെ തന്ത്രിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുമോ? ഇല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അതിൽ കോൺഗ്രസിന്റെ ഭാഗത്തായാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തായാലും ഇതിനകത്ത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ടല്ലോ. ആ ബോഡി ആര് ഭരിക്കുന്നോ അവരുടെ കീഴിലാണ്. അപ്പം അവരുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇവർ ഒന്നിച്ചുള്ള കച്ചവടം നടക്കുന്നത്. കാരണം അതാണല്ലോ ഈ കച്ചവടത്തിനകത്ത് പ്രത്യേകത. അതാ കോടതി ആദ്യമേ തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വരും സാറേ. ഞാനും സാറും കൂടി ഇരുന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഇപ്പോൾ വരുന്നു. ഇപ്പം മെയിൻ ചാനലുകളൊക്കെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ അരുൺകുമാർ ഉൾപ്പെടെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ ചർച്ച ചെയ്യുന്നു. 2004 പോറ്റിയെ കയറ്റുന്നു, 2004 പോറ്റി വരുന്നു. ഈ പോറ്റി ബാംഗ്ലൂരിൽ ഇദ്ദേഹത്തിന് താന്ത്രിക ഉള്ളിടത്ത് ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പോറ്റിയായിരുന്നു. ഇയാളെ ഇവിടെ ഭരിച്ചുകൊണ്ട് വന്നത് തന്ത്രി ആണ്. 2004 തന്ത്രിയുടെ പുറകിൽ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അന്നോട്ട് ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ എപ്പോഴും തന്ത്രിയുടെ കൂടെ ഉണ്ട്. പക്ഷെ 2004 വേറൊരു വലിയ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, കോൺഗ്രസ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ട് പറയുന്നില്ല? ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സമരം 2026 ഇന്ത്യയിൽ മൊത്തവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഒരു തുരുത്തായിട്ടുള്ള, കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടാത്ത വോട്ട്, അവർക്ക് കിട്ടാത്ത വോട്ടെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചെടുക്കുന്ന CPM ആണല്ലോ, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJP ആണല്ലോ. ന്യൂനപക്ഷ ആനുകൂല്യത്തിൽ, അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം വോട്ട്, അല്ലെങ്കിൽ ന്യൂനപക്ഷ ആനുകൂല്യം കൂടുതലുള്ളതും ഇവരുടെ കുറച്ച് വോട്ടും കൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആനുകൂല്യം കൂട്ടാൻ പറ്റുന്ന ഒരു സമരമാണ് ശബരിമല കൊള്ള. ആ കൊള്ളയ്ക്കകത്ത് കോൺഗ്രസ് പുറകോട്ട് നിൽക്കുന്നു. അപ്പം ഇതിനകത്ത് 2004 ഈ പറയുന്ന പോറ്റി ശബരിമല കയറിയ സമയത്ത് തന്നെയാണ് 2004 കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അടുത്ത ആളായിട്ടിരിക്കുന്ന KC വേണുഗോപാലിനെ ഈ പറയുന്ന ദേവസ്വം മന്ത്രിയായിട്ട് നിയമിക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ് നേരത്തെ, ഇപ്പം ചാനലുകൾ ചർച്ച ചെയ്യുന്നു. നമ്മളെക്കുറിച്ച് സംശയമാണ്. എന്തിനാ? കാർത്തികേയനെ മാറ്റിയിട്ട്, കാർത്തികേയനെ ആ വകുപ്പിന്, കാർത്തികേയനെ ഒരിക്കലും നമ്മൾ പറഞ്ഞില്ലേ G. സുധാകരനെ മാറ്റിയിട്ട് കടകംപള്ളി സുരേന്ദ്രനെ ദേവസ്വം മന്ത്രിയാക്കി എന്തിനെന്നുള്ള ചോദ്യം അന്നും ഈ ജനസമൂഹം എടുത്തതുപോലെ കാർത്തികേയൻ്റെ അത്രയൊന്നും ക്ലാരിറ്റി ഒന്നും KC വേണുഗോപാലില്ല. എനിക്കറിയാം കാർത്തികേയനെ, കാരണം ആദരവോടുകൂടി കണ്ടിട്ടുള്ള നേതാവാണ്. കാരണം അറിയാമല്ലോ, ഒരു പ്രാവശ്യം അടൂർ വന്നപ്പം അടൂർ പ്രകാശ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഒരു ഉടുപ്പിട്ടുണ്ടോ സാറേ, സങ്കടമായി പോയി. നെറ്റ് പോലിരിക്കുന്ന ഉടുപ്പ്. അവസാനം പ്രകാശ് അവിടുന്ന് 10 ഉടുപ്പ് തയ്പ്പിച്ച് കൂടി കൊടുത്തുന്നുള്ളതാണ്. കാരണം ആ മന്ത്രിയാവുന്നതിനൊക്കെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നമ്മൾ ഫാഷന് കീറി വെക്കുമായിരുന്നു കോൺഗ്രസ്. അതല്ല, നമുക്കറിയാം ഇത് കാലങ്ങളായിട്ട് ഉപയോഗിച്ച് പൊടിഞ്ഞു പോയതാണ്. അത്രയ്ക്ക് കിഴുത്തയുണ്ട്. അന്നൊക്കെയുള്ള കോൺഗ്രസ് ആണ്. ഇനി ആ കോൺഗ്രസിന് ഒരു സ്വപ്നം കാണല്ലേ. ഞാനത് പറഞ്ഞതാ, കാർത്തികേയൻ്റെ കാര്യം പറഞ്ഞ് മാറ്റിയ കാര്യം പറഞ്ഞു. അപ്പം അതിനുശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ സാറിന്നല്ല പറഞ്ഞ കോൺക്രീറ്റിൽ എങ്ങനെ ഉറുമ്പരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് നമ്മൾ പറയാത്തൊരു കാര്യം കൂടെ വെളി വരുന്നുണ്ട്. ദേവപ്രശ്നം നടത്തി, കേട്ടോണം. ദേവപ്രശ്നകത്ത് ഇയാളുടെ ചേട്ടൻ ആയിരുന്നല്ലോ അവിടുത്തെ ദേവപ്രശ്നത്തിനകത്ത ആള്, തന്ത്രി. നമ്മൾ ഈ പെണ്ണ് കേസിൽ പിടിച്ചാണ്. അപ്പം കേട്ടോണം, ഞാൻ പറഞ്ഞ കാര്യം എത്ര ശരിയാണ്. ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് ഈ ദേവപ്രശ്നം നടത്തുന്ന ആരാന്നറിയാം? ദേവപ്രശ്നത്തിന് വരുന്ന ഇവരുടെ ആൾക്കാരാണ്. ഞാൻ എന്ത് പറയണം? അവർ ദേവപ്രശ്നത്തിലൊന്നും ശബരിമലയുടെ കാര്യമൊന്നും തെളിഞ്ഞില്ല. തെളിഞ്ഞ എന്താണെന്നറിയോ? ഈ പെണ്ണുപിടിയനെ തിരിച്ചു കയറ്റാൻ അയ്യപ്പൻ അനുവദിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിക്കും, ചിരിക്കുമല്ലോ പറഞ്ഞു. പുള്ളിയുടെ പെണ്ണുപിടി അയ്യപ്പൻ ക്ഷമിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് തിരിച്ചു കയറ്റാന്ന് അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് ആ ദേവപ്രശ്നത്തിൽ വന്നേക്കുന്നത്. കേൾക്കുന്നവനിത് ഒരു സാധാരണക്കാരൻ പോലും തിരിച്ചു പോകും. പിന്നെ ഇത് വിശ്വസിച്ച് ഇതിന്റെ പുറകെ നിൽക്കുന്ന അജയ്ത്തറയിലും, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് വെക്കണം, അതിന് പേരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ 25 കൊല്ലം MLA മിൽമ ഉണ്ടാക്കിയ ആൾ, അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയം ഇങ്ങനെയുള്ളവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് കൊടിമരത്തെ ഭയങ്കര കൊള്ളാം. കൊടിമരത്തിൻ്റെ കാര്യത്തിനകത്ത് സാറി പറഞ്ഞതുപോലെ ഒരു പ്രശ്നവും കൊടിമരത്തിനില്ല, ഒരു വിഷയവും ഇല്ല, ഉറുമ്പരിക്കത്തില്ല. അപ്പം ദേവപ്രശ്നത്തിലൊന്നും കൊടിമരം മാറ്റണമെന്ന് വന്നിട്ടില്ല. അഷ്ടദിക്പാലകർക്ക് പ്രശ്നമില്ല, വാജിവാഹനത്തിന് പ്രശ്നമില്ല. പിന്നെന്തിന് കൊടിമരം മാറ്റി? കൊടിമരം മാറ്റിയ കാര്യമുണ്ട്. ആ ഏജൻസിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഏജൻസിന്ന് മാത്രം കൊടിമരത്തിന് 3.5 കോടി രൂപ തന്ത്രി പിരിച്ചു. ഇതിന് കണക്കില്ല. കോടികൾ കൊടിമരത്തിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി 20 കിലോ വേണമെങ്കിൽ 60 ആണോ 100 ആണോ എത്ര പിരിച്ചെന്നോ ആര് കൊടുത്തെന്നോ. ഞാൻ പറഞ്ഞ ദിവസം നെറ്റിക്ക് 1 രൂപ കോയിൻ വെച്ചിട്ട് 10 ലക്ഷം രൂപ മേടിക്കുന്ന ഒരു പൂജ തന്ത്രി ഇതുകൂടെ നടത്തിയെന്ന് അന്നത്തെ IPS ഓഫീസർ വെളിപ്പെടുത്തിയ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഇതുപോലെ, അതായത് ഇതിനകത്ത് ഇത് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം കൊടിമരം മാറ്റുക, അല്ലെങ്കിൽ തീരുമാനിക്കുക.
അതിനകത്ത് അഷ്ടദിക്പാലകരുടെ കാര്യത്തിനകത്ത് അറിയത്തില്ല. ചാക്കിൽ കെട്ടി കാണിച്ചു എന്ന് പറയുന്ന ഈ പറയുന്ന രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വ്യവസായി പറഞ്ഞു ശബരിമല വിഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മണി കാണിച്ചു ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്ന പഞ്ചലോക വിഗ്രഹം. അതിനകത്ത് ഈ അഷ്ടദിക്പാലകരുണ്ടോയെന്ന് അറിയത്തില്ല. അവിടുത്തെ ഒരു മണി പോയിട്ടുണ്ട്, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള. അതിനെപ്പറ്റി ആരും പറയുന്നില്ല. ആർക്കും മണി വേണ്ട സാറേ, അതിന് തന്നെ കോടികൾ കിട്ടും. അതുപോലെ ശബരിമല ഈ ഇത് മാറ്റിയല്ലോ, 18-ാം പടിയുടെ 2 സൈഡിലും ഇതുപോലെ പഞ്ചലോകത്തിലുള്ള സ്തൂപങ്ങളുണ്ട്, ഓരോ ഇങ്ങനെ 2 സൈഡിലും. ഇതൊന്നും അന്ന് മാറിയത് എന്തി പോയി രണ്ടാമത് പണിഞ്ഞുകൊണ്ട് വെക്കുക, വീണ്ടും പൂശുക, വീണ്ടും ഇളക്കുക, വീണ്ടും പൂശുക. ഇപ്പം BSSCയുടെ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് രഹസ്യമാണ്, പല റിപ്പോർട്ടുകളും കോടതി രഹസ്യമായിട്ട് വെച്ചേക്കുക. അന്ന് ഇത് വെളിയിൽ വന്നാൽ ചിലപ്പോൾ ജനത്തിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സംഘടിച്ചാൽ ആരെങ്കിലും സംഘടിപ്പിച്ച റിപ്പോർട്ട് വെളിയിൽ വന്ന് എന്തോന്നിപ്പോൾ പറയാം, എന്താണ് റിപ്പോർട്ട് എന്നുള്ളവർ നമുക്ക് ഊഹിക്കാം. പരിശോധിച്ചപ്പോൾ ഇത് പഴയതല്ല, കൊണ്ടുപോയി കടൽ കടത്തി അതുപോലെ സാധനം കൊണ്ടുകൊണ്ട് ഫിറ്റ് ചെയ്തേക്കുന്നു. ഇത്രയാണ് സംഭവിച്ചത്. ഇനി ഇതിനകത്ത് വേറൊരു വലിയ കൊള്ളയുണ്ട്. ഞാൻ ഇന്നലെ അത് ആധികാരികമായിട്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. സാറിപ്പോൾ ഇത് ഒരു വട്ടം ഇളക്കിയല്ലോ, വീണ്ടും 2025 മങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇളക്കിക്കൊണ്ട് പോയില്ലയോ. ഇതിനകത്ത് ഇത് പുരാവസ്തു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഇത് ഔദ്യോഗികമായിട്ട് കൊടുക്കാനൊക്കെ ഒത്തല്ലോ, രഹസ്യമായിട്ടാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത് പഴയതാണ്, 1000 കൊല്ലം പഴക്കമുള്ള. അമ്മാർ കാശ് കൊടുത്തു കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് വീണ്ടും വീണ്ടും കൊടുക്കും. അപ്പോൾ അന്ന് കടലിൽ കടത്തിയ സാധനം പോയി 1000 കോടി രൂപയ്ക്ക് വിറ്റു എന്ന് നമ്മൾ വിചാരിച്ചു, അല്ലെങ്കിൽ ധാരാളം രൂപ മാതിൽപ്പടിയും പോയി. രണ്ടാമത് വീണ്ടും വിറ്റ് ചെയ്തേക്കുക. വീണ്ടും ഇത് കൊണ്ടുവന്ന് എടുത്തിട്ട് അഴിച്ചില്ലേ. 40 കൊല്ലം ഗ്യാരണ്ടി വെച്ചിരുന്ന ഈ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ വീണ്ടും അഴിപ്പിച്ചത്. ഇതിനാ, ഇതും കടൽ കടത്താനാ, ഇതിനും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ മതി. ഇതിന് പുരാവസ്തുവാണ്, 1000 കൊല്ലം പഴക്കമുള്ളതാണ്, സർട്ടിഫിക്കറ്റ് മതിയല്ലോ, ഓക്കെ. അപ്പോൾ അതും വിൽക്കും. അപ്പോൾ ഇത് തുടർച്ചയായിട്ടുള്ള കച്ചവടമാണ്. ഈ കച്ചവടം മൊത്തവും ആരുടെ ഭാഗത്തുനിന്ന് ആരുടെ ആയിട്ട് വരുന്നു. ഏറ്റവും അവസാനം മുമ്പ് പ്രിയദർശൻ സാർ പറഞ്ഞാൽ ഇറ്റലിയിൽ പോയി നിൽക്കും. കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതയുള്ള നേതാവ്. കാരണം ഇവിടുന്ന് തുടങ്ങി ഇപ്പം അജയ് തെരേലിനെ ഇപ്പം പിടിച്ചോണ്ടിരിക്കുക. എന്തിനു കൊടുക്കുന്ന സാറേ പറഞ്ഞേ, തന്ത്രി ഇത് വിറ്റു. ഇപ്പൊ പ്രശ്നം വന്നപ്പോ കൊണ്ടുപോ കുറെ കാലങ്ങളായിട്ട് ഇടപാട് നടത്തുന്നതാണല്ലേ. ഈ വാജിവാനം വിറ്റതാ, തിരിച്ചു മേടിച്ചിവിടെ വെച്ചതാ. കാരണം ഇതുപോലെ എത്രയോ വാജിവാനം വിറ്റിരിക്കുന്നു, എത്രയോ പഞ്ചലോക വിഗ്രഹം വിറ്റിരിക്കുന്നു, എത്രയോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കാരണം ഇത് മാത്രമല്ലേ നോട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ അന്വേഷിച്ചാൽ അതുപോലെ വരുമല്ലോ. അപ്പം ഇതിനകത്ത് ഈ വിഷയത്തിനകത്ത് നമ്മളീ പറഞ്ഞതുപോലെയല്ല, നിഗൂഢമായിട്ട് വളരെ. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്. കോടതിനകത്ത് പുറമേ നിൽക്കുന്നു. നമ്മൾ കോടതിയിൽ ഏതൊരു അയ്യപ്പ ഭക്തനാണ് കേട്ടോ, പാവം ജഡ്ജി. അയാൾ പറഞ്ഞത് 98 തൊട്ട് അന്വേഷിക്കണം. 98-ൽ അവിടുത്തെ 40 കിലോ സ്വർണം വെച്ചിട്ട് ഈ പറയുന്ന ആരാണ് വിജയമല്യ അമ്പലം അടിച്ചുകൊണ്ട് പോയെന്നുള്ള കാര്യത്തെപ്പറ്റി അന്ന് ആരോപണം വന്നതാണ്. അന്ന് കൊണ്ടുപോയിട്ടുണ്ട്, അതിൻ്റെ കമ്മീഷന്മാർ മേടിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഇന്നലെ പിയേഴ്സൺ സാറ് നമ്മൾ ചർച്ച ചെയ്തതുപോലെ സാറേ വന്നുകൊണ്ടേയിരിക്കുക, വെള്ളം ഒഴുകി വരുന്നത് പോലെ. പിന്നെ മോട്ടിച്ചാൽ പോരെ. ഈ പ്രാവശ്യവും വന്നിട്ടുണ്ട് കോടികൾ, ഒരു കുറവുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി വരുമാനം കൂടുതൽ. അയ്യപ്പനെ വിറ്റെന്നോ അയ്യപ്പനെ കൊള്ളയടിച്ചെന്നോ കേസെന്നോ ഒന്നും ഈ ഭാഗത്ത് നിങ്ങൾക്ക് വിചാരമില്ല. വന്നു വാരിയിട്ടിട്ട് പോയി. അതിനകത്തുനിന്ന് ഇപ്പോഴും ഓട്ടിച്ചോണ്ടിരിക്കുക. എന്നാൽ ഇവർ പറഞ്ഞ് പിടിക്കുന്നില്ല. പോക്കറ്റിക്കാരുടെ കറക്റ്റ് ലക്ഷണം, പിടിക്കട്ടെ, നമുക്ക് കിടന്നിട്ട് വീണ്ടും ഇറങ്ങാമല്ലോ. എന്നാലും കോടികളിൽ ഇത്ര ഈസി ആയിട്ടിരുന്ന മാർഗമല്ലുണ്ട്. അപ്പം ഇതിനകത്ത് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞതുപോലെ പ്രകാശിലേക്കും, പ്രകാശം ഓടിച്ചു നല്ല മാർഗം നമ്മൾ പറയത്തില്ലേ, കൊണ്ടെത്തിക്കുന്ന പ്രകാശിലേക്കും ആന്റണിയിലേക്കും അജയ് തറയിലേക്കും നമ്മൾ വെറുതെ പറഞ്ഞ് പ്രയാർ ഗോപാൽ ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ KC വേണുഗോപാലിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തുണ്ടെന്ന് കാണിക്കാനാ ഞാൻ നേരത്തെ പറഞ്ഞു. രമേശ് ചെന്നിത്തല ഈ വ്യവസായികളെ കൊണ്ട് റിസ്ക് എടുത്തു. രമേശ് ചെന്നിത്തല വ്യവസായികളെ റിസ്ക് എടുത്തു അതിനാ. അപ്പോൾ ഏതാണ്ട് പപ്പനെന്നൊക്കെ മാറി സംഭവം കോൺഗ്രസിലേക്ക് പപ്പനൊക്കെ. കാരണം ഈ സമയം ഈ മാത്രമല്ല, ഈ അവർ വൈറ്റ് വീണ്ടും വരും. തന്ത്രിയുടെ പെണ്ണും പിള്ള പറയുന്നുണ്ട് ഞങ്ങൾ കോൺഗ്രസ്സാണ്. അതും അവർ വെളിവിട്ടിട്ടുണ്ട് വീഡിയോ. പിന്നെ സഹോദരനാ BJP-യുടെ. അതുപോലെ വേറൊരു കാര്യമുണ്ട്. വേറൊരു വലിയ ഭഗവാന്റെ പേരുള്ള ഒരാളുണ്ട്, അത് പരിശോധിക്കണ്ട. ഇപ്പൊ പുള്ളി ശാലം മാറിയിരിക്കുക. ശിവകുമാർ അറിയാമല്ലോ, ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടിരുന്നപ്പോഴും ആരോഗ്യമന്ത്രിയായിട്ടിരുന്നപ്പോഴും പുള്ളിയുടെ കലാപരിപാടി. ആരോഗ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ പുള്ളി അതിനകത്ത് സേവനം നടത്തി പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ പുള്ളിയുടെ സ്വന്തമാണെന്നാണ് പറയുന്നത്. ഈ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടിരുന്നപ്പോൾ പുള്ളിക്ക് കൊള്ളയടിക്കാൻ പുള്ളിയുടെ അനിയൻ അവിടുത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറോ സെക്രട്ടറി കോടികളുടെ അഴിമതി അന്ന് വലിയ വിഷയം. അത് കോൺഗ്രസ് പാർട്ടി ഇടപെട്ട് ഒതുക്കി വെച്ചിരിക്കുന്നത് കോടികളാണ് അടിച്ചുകൊണ്ട് വരുന്നത്. അത് കൊണ്ടുപോകുന്നതിന് ഒക്കുന്ന അത്രയും കൊണ്ടുപോയി. ആ രീതിയിലൊക്കെ ആ സമയത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തം പോയി. ഇപ്പോൾ ഇരിക്കുന്ന മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള രീതിയിലേക്ക് വിചാരിക്കേണ്ടി വരും. അല്ല, വളരെ വളരെ നമ്മളെ ഈ സാധാരണ പൗരന്മാരുണ്ടല്ലോ,
സാധാരണ ഭക്തന്മാർ അവർ സത്യത്തിൽ അയ്യപ്പനെ ഓർത്ത് കരയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം കൊള്ളയടിക്കുന്നതിന് നേതൃത്വം വഹിച്ച് തന്ത്രിയായി മാറി എന്നുള്ളതാണ്. പാർട്ടികൾ മാറി വന്നു, കോൺഗ്രസ് കഴിഞ്ഞു, പിന്നെ CPM ആയി, ഇനി കുറച്ച് കഴിഞ്ഞാൽ BJP എന്ന്. ഇവർക്ക് എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ ശബരിമലയിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ അടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത്. അത് സ്ഥിരം ഏർപ്പാടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസത്തെ പ്രശ്നമല്ല അത്, ഇത് എന്നും ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ കോടതിയാണ് പല കാര്യങ്ങളും ദീർഘവീക്ഷണത്തോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇറ്റലിയിൽ ഇത് അവസാനിക്കും എന്ന് പറയുന്നതിന് കാരണം കോടതിയാണ്. കോടതി തുടങ്ങുന്ന സമയത്ത് പറഞ്ഞെന്താണ്, അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ളക്കാരിൻ്റെ പിന്നിലുണ്ടെന്ന് അന്വേഷിക്കാൻ ആദ്യം ആവശ്യപ്പെട്ട് കോടതിയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇടക്കിടക്കിടക്ക് ഇവർ ഈ പാളികളിങ്ങനെ പറിച്ചുകൊണ്ട് പോകും, എന്നിട്ട് പുതുക്കി വെക്കാനായിട്ട് പുതിയ സാധനമായിട്ട് കൊണ്ടുവരും. ഇവരുടെ ലക്ഷ്യം മുഴുവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴയ ആൻറ്റി ക്യാരക്ടർ അല്ലെങ്കിൽ പുരാവസ്തു സ്വഭാവം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വിറ്റഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിൽക്കുന്നത് ഒരു ശീലമായി അവിടെ മാറിയിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് ഒരു ദിവസം സംഭവിച്ചൊരു കാര്യമല്ല. തന്ത്രിയാണ് എല്ലാത്തിൻ്റെയും കസ്റ്റഡി എന്നുള്ളതിൻ്റെ പേരിൽ ഒരു വിവരവും പുറത്തു വരുന്നില്ല. എല്ലാം തന്ത്രിയിലാണ് എല്ലാം കേന്ദ്രീകരിച്ചിരുന്നത്. ഇത് ഈ അടുത്ത കാലത്തായിട്ടുള്ള ഒരു കമ്മീഷണറുടെ ഒരു സംശയത്തിൽ നിന്നാണ് കോടതിയിലേക്ക് അങ്ങനെ ഒരു വാർത്ത പോവുകയും പിന്നീട് ഈ അന്വേഷണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിനി ഇത് ഒരുപാട് കാലം ഈ വാർത്തകൾ കേൾക്കാൻ ബാധ്യസ്ഥരായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊതു സമൂഹത്തിനോടും അതേപോലെ തന്നെ സർക്കാരിനോടും അതേപോലെ കോടതിയോടും ഒക്കെ നിർദ്ദേശിക്കാനുള്ള കാര്യം, എത്രമാത്രം പണമാണ് അവിടെ ഒരു വർഷം വന്നു ചേരുന്നത്, അതിലെത്രമാത്രം സ്വർണ്ണമുണ്ട്, വിദേശ കറൻസികൾ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണല്ലോ, വിദേശ കറൻസി ഇതിനകത്ത് കിട്ടിയ സമയത്ത് അടുത്ത് വായിൽ വെച്ചിട്ട് പോകും എന്നിട്ട് പിടികൂടുന്നു. അപ്പോൾ ഇത് പിടികൂടുന്ന മാത്രമേ അറിയുന്നുള്ളൂ. ഇവന്മാർ എത്ര കാലം അറിയുന്നില്ല. അപ്പോൾ ഇവർ സ്ഥിരം ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഇതിലേക്ക് വരുന്ന രാഷ്ട്രീയ നേതൃത്വവും ഇതിൻ്റെ ഒരു രസം, ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് ആസ്വദിച്ചിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് പിടിവീണിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ വളരെ കൃത്യമായിട്ട് എത്രമാത്രം സമ്പത്ത് ശബരിമലയിലുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തി വെക്കണം. എങ്കിലേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ വിജയമലയുടെ കാലത്ത് അദ്ദേഹം കുറേ സ്വർണം കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെയുള്ള പുരാവസ്തു പോലെ വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ വിറ്റു എന്നല്ലേ പറയുന്നത്. അതാണല്ലോ പ്രശ്നം. അപ്പം ഇത് ഇങ്ങോട്ട് ഈ സ്പോൺസേഴ്സ് വരുന്നതന്നെ ഇതിനെ കൊള്ളയടിക്കുന്ന ലക്ഷ്യത്തിൽ, അതിന് പകരം പുതിയ സാധനങ്ങളൊക്കെ വെച്ച് ആളുകളെ പറ്റിക്കുന്നു. അവർ ഇതിൻ്റെ ആൻറ്റിക് മൂല്യം എന്താണ് ചൂഷണം ചെയ്യുകയും കോടികൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതിനെ അറുതി വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും മുച്ചിട്ട് നമ്മൾ പറയത്തില്ലേ, 10 രൂപ വെച്ച 1 രൂപ വെച്ചിട്ട് കറങ്ങി തിരിച്ചിട്ട് 100 രൂപ അടിച്ചു കുത്തുകാരന്റെ പണി ഇവന്മാർ ചെയ്തോണ്ടിരിക്കും. എന്തായാലും തന്ത്രിയെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു, ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ.